കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വാസസ്ഥാനങ്ങളിൽ, നമ്മുടെ ഗ്രഹത്തിൽ സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുവാനുള്ള ചില എളുപ്പ മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാര്യം ജ്യോതിഷ സംബന്ധമായിട്ട് സമ്പത്തുണ്ടാകണമെങ്കിൽ ഓരോ ആൾക്കാരും, ഓരോ നക്ഷത്രക്കാരും ഓരോ സമയത്താണ് ജനിക്കുന്നത്. ആ സമയത്തെ ഗ്രഹനില പരിശോധിച്ച് ആ ഗ്രഹനിലയിൽ ലഗ്നാൽ രണ്ടാം ഭാവം എങ്ങനെ ധനവചന കുടുംബസ്ഥാനമാണ്. അപ്പം ധനം ഉണ്ടാക്കി തരുന്നതും ഐശ്വര്യം ഉണ്ടാക്കി തരുന്നതും ആ വീട്ടിൽ നല്ലൊരു സൽഗതി ഉണ്ടാക്കി തരുന്നതും രണ്ടാം ഭാവം കൊണ്ടാണ്. ആ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിനുള്ള ബലവും ആ രാശിക്കുള്ള ബലവും ആ രാശിയിലേക്ക് ഏത് ഗ്രഹങ്ങൾ സൽഗ്രഹങ്ങളാണ് ദൃഷ്ടി ചെയ്യുന്നത്, നീചഗ്രഹങ്ങളാണോ ദൃഷ്ടി ചെയ്യുന്നതൊക്കെ നോക്കിയതിന് ശേഷം വേണം നമ്മൾ സമ്പത്തുണ്ടാക്കാനായിട്ട് ഒരു യന്ത്രം എഴുതി നമ്മൾ ശരീരത്തിൽ ധരിക്കുന്നത്. എല്ലാ ജനങ്ങളും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ധന ആകർഷണ യന്ത്രം, ധനത്തെ കുബേര യന്ത്രം, രാജവശീകര യന്ത്രം, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ധനം ഉണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ യന്ത്രവും ഈ ഗ്രഹനിലയും തമ്മിൽ, ജനിച്ച സമയത്തിൻ്റെ ഗ്രഹനിലയും തമ്മിൽ യോജ്യമായെങ്കിൽ മാത്രമേ സമ്പത്ത് അവർക്കുണ്ടാവുള്ളൂ. ഒരു ജ്യോത്സ്യനും ഒരാൾക്കോ ഒരാളെ കോടീശ്വരനാക്കാനോ ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കാനോ പറ്റില്ല. അതാത് ആൾക്കാരുടെ ഗ്രഹനിലയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള സമ്പത്ത് ഏതെങ്കിലും മാർഗേന തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിലോ, നമുക്കൊരു 100 രൂപ കിട്ടേണ്ടിടത്ത് 50 ഒരു ദിവസം കിട്ടുന്നുള്ളൂ എങ്കിൽ ഈ 50 എന്തുകൊണ്ട് കിട്ടാത്തത്? അത് ഏത് ഗ്രഹത്തിൻ്റെ ദോഷമാണ്? മറ്റു രീതിയിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജറ്റീസ് നമുക്കുണ്ടായിട്ടാണോ, മറ്റു വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടാണോ ആ ഭൂമിയിലും ആ ഗ്രഹത്തിലും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകാത്തതും കടബാധ്യതകൾ ഉണ്ടാകുന്നതെന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അതിന് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് അവരവരുടെ ഗ്രഹനില പരിശോധിച്ച് രണ്ടാം ഭാവത്തിലെ ഗ്രഹത്തിന് തത്തുല്യ ബലയുക്തമായിട്ടുള്ള യന്ത്രമെഴുതി ധനവശ്യം ചേർത്ത് അല്ലെ രാജവശ്യം ചേർത്ത് അത് എഴുതി ദശാംഗത്തോടുകൂടി പീഠപൂജ ചെയ്ത് ഉത്തമ മുഹൂർത്തത്തിൽ ശുദ്ധവൃത്തിയോടുകൂടി ധരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ധനവും ഐശ്വര്യവും ആ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതലുള്ളതെന്ന് വേണം. ഒരു ക്ഷേത്രത്തിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കനകധാരാസ്തവം എന്ന് പറയുന്ന മന്ത്രം ജപിക്കും. ഈ കനകധാരാസ്തവം എന്ന് വെച്ചാൽ കനകം ധാരധാരയായിട്ട് പെയ്യുന്നു എന്നാണ് പറയപ്പെടുക. പഴയ കാലത്ത് ശങ്കരാചാര്യർ ഉപദേശിച്ച ഒരു മന്ത്രം കൂടാണ് കനകധാരാസ്തവം. അത് എല്ലാ ആൾക്കാർക്കും പൊതുവിൽ ജപിക്കാവുന്നതാണ്. അത് ജപിച്ചുകൊണ്ടൊരു ലോട്ടറി അടിക്കുമെന്നോ കോടീശ്വരനാകുമോ എന്നുള്ളതല്ല. എങ്കിലും നമ്മൾ നിൽക്കുന്ന തലത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലോട്ട് കയറി നമുക്ക് ധനം ഉണ്ടാകാനുള്ള യോഗം, ആ യോഗത്തിന്, ധനം ഉണ്ടാകാനുള്ള യോഗത്തിന് എന്താണ് തടസ്സം? ആ തടസ്സം മാറ്റിത്തരാൻ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾക്കും യന്ത്രങ്ങൾക്കും കഴിയുന്നതാണ്. കനകധാരാസ്തവം എന്ന് പറഞ്ഞാൽ അംഗം ഹരേ പുളക ഭൂഷണമാശ്രയന്തി എന്ന് പറയുന്ന ആ ശ്ലോകം എല്ലാവരും കുടുംബത്തിൽ വെച്ച് സന്ധ്യാസമയം കഴിഞ്ഞതിന് ശേഷം ശുദ്ധവൃത്തിയോടുകൂടി മുറ്റമെല്ലാം അടിച്ചുവാരി 4 മൂലയ്ക്ക് നടവാതിക്കലും വെള്ളമെല്ലാം തളിച്ച് സന്ധ്യത്തിരി ഇട്ട് കത്തിച്ച് ഒരു നേരമെങ്കിലും കനകധാരാസ്തവം ജപിക്കുന്നത് ആ കുടുംബത്തിൽ സമ്പത്ത് മാത്രമല്ല ഐശ്വര്യവും രോഗദുരിതങ്ങളും ഒക്കെ മാറി കിട്ടുവാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു വിഷയമാണ് കനകധാരാസ്തവം എന്ന് പറയുന്നത്. അപ്പം കനകധാരാസ്തവം നിത്യവും ചെല്ലുന്നതും ക്ഷേത്രങ്ങളിലാണെങ്കിലും കനകധാരാസ്തവം ഗുരുവായൂർ അമ്പലത്തിൽ പോലും ആദ്യം ചെല്ലുന്നതായിട്ടുള്ള വിഷയത്തിൽ കനകധാരാസ്തവം ഉൾപ്പെടുത്തുന്നതിൻ്റെ കാര്യം അവിടെ വന്നിരിക്കുന്ന ജനങ്ങൾക്കും, അവിടെ ഇന്ത്യൻ ജനപദം ആ ജനങ്ങൾക്കും അവിടെ വന്നിരിക്കുന്ന ഭക്തർക്കും ധനവും ഐശ്വര്യവും ഉണ്ടാക്കി കൊടുക്കണം. ധനമെന്ന് പറഞ്ഞാൽ സമ്പത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമല്ല, രൂപ മാത്രമല്ല. 1 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയും കടമില്ലാതെ ഋണമോചന മന്ത്രം എന്നൊക്കെ പറഞ്ഞ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ആ ഋണമോചനം വെച്ചാൽ ഋണത്തെ തരണം ചെയ്യാൻ, കടബാധ്യതകൾ ഇല്ലാതിരിക്കാനും സ്വസ്ഥ ജീവിതം കെട്ടിപ്പടുക്കാനും വേണ്ടിയാണ് നമ്മൾ സാധാരണ ധനവും ഐശ്വര്യവും വരാൻ ഇങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ നമ്മളൊരു കുടുംബത്തിൽ, ഒരു ഗൃഹത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. ഗൃഹത്തിൽ മഹാലക്ഷ്മിയെ എപ്പോഴും ശുദ്ധവൃത്തിയായിട്ട് കിടക്കുന്ന ഒരു ഭവനത്തിൽ സ്വാഭാവികമായിട്ട് മഹാലക്ഷ്മി പ്രവേശിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലുള്ള
യന്ത്രങ്ങളും മറ്റ് കാര്യങ്ങളും മറ്റ് സ്തോത്രങ്ങളും സ്തുതികളും അതുപോലെ തന്നെ നാമജപങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഒരു 60% ധനവും ഐശ്വര്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ രാജവശേന്ദ്രം അല്ലെങ്കിൽ ഈ ഗ്രഹനില പ്രകാരം 2ാം ഭാവത്തിൽ ആര് നിൽക്കുന്നോ ആ ഗ്രഹത്തിനെ ബലപ്പെടുത്തുന്നതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ധനം നമ്മളിൽ തന്നെ വന്നു ചേരാനുള്ള യോഗവും ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും. അതുകൊണ്ട് ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം വേണം ഒരു യന്ത്രം ധരിക്കാനും ഒരു സ്തോത്രം ജപിക്കാനും ഒരു സൂക്തങ്ങൾ ചെയ്യാനും എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഒരു യന്ത്രം വെറുതെ ധനം ഉണ്ടാകത്തക്ക ഒരു യന്ത്രം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് ധനം ഉണ്ടാകണമെന്നില്ല. ആ ആളിൻ്റെ ഗ്രഹം ആകെ 27 നാളേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് ഈ നക്ഷത്രങ്ങളുണ്ട്. ഇത് പൊതുവായിട്ടൊരു യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആ യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജ്യമാകണമെന്നില്ല. അവരുടെ ശരീരത്തിനും മനസ്സിനും അവരുടെ എനർജറ്റിക്കായിട്ടുള്ള അവർക്ക് എങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു അതനുസരിച്ചുള്ള യന്ത്രധാരണങ്ങളും മന്ത്രം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ഐശ്വര്യവും ധനസമ്പത്തും ധാരാളം വന്നു ചേരുന്നതാണ്. നല്ലൊരു ഐശ്വര്യമായിട്ടുള്ള കുടുംബജീവിതവും നയിക്കാനുള്ള സാധ്യതാവസ്ഥ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കണ്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ധാരാളം ധനം വരികയും ഐശ്വര്യം വരികയും ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.